ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മയോ റോൾസ് ആണ്. ഇതൊരു നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ചായക്കൊക്കെ കൂട്ടി, ചായക്കും കാപ്പിക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് റംസാൻ സമയങ്ങളിലൊക്കെ ഇഫ്താറിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തിന് 5-6 ദിവസത്തിനൊക്കെ നമുക്കിത് കേടുകൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാവും. നമ്മളിത് ഉണ്ടാക്കി നേരത്തെ തന്നെ വെച്ചിരുന്നാൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. ഈ ഉള്ളിയാണ്, അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഇളക്കി കൊടുക്കാം. അതും ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ ഉരുളക്കിഴങ്ങാണ്. നമുക്കിത് നമ്മുടെ ഈ ഗ്രേറ്ററിൻ്റെ വലിയ ഭാഗം വെച്ച് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ ഇത് കറുത്ത് പോകും. എന്നിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം ഇതൊന്ന് കഴുകി വാരിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരരിപ്പയിലേക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസ്, ½ ടീസ്പൂൺ ഗരം മസാല, ½ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കൻ്റെ കീമയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 150 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബോയിൽ ചെയ്തതിന് ശേഷം അതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കയ്യിൽ കീമയായിരുന്നത് കൊണ്ടാണ് ഞാനത് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചിക്കനാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും ഇതുപോലെ ക്യാരറ്റ് അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ കീമ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ്. നിങ്ങളത് ചിക്കൻ പീസസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വരികിൽ നിങ്ങളത് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് തന്നെ ഈ കീമയും ഇതിനകത്തൂടെ വെന്ത് കിട്ടുന്നത് കൊണ്ടാണ് ഞാനിതെല്ലാം കൂടി ഒരുമിച്ചിട്ടിരിക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കാം.
ഉരുളക്കിഴങ്ങിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കണം. ഇത് അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈ ഒന്ന് എണ്ണ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെടുത്ത് ഇതിൻ്റെ റോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ 2 കൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്കിതിന് ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെ റോൾസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കൈയുടെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് നമുക്ക് ഷേപ്പാക്കാനായിട്ട്. ഇങ്ങനെ വേണം ഷേപ്പാക്കാൻ. കണ്ടോ? അതിപ്പോൾ നന്നായിട്ട് ഷേപ്പായി കിട്ടും. ഇങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കൊടുക്കും. 2 കൈ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ് ആയി കിട്ടും. ക്യാമറ ഓഫ് കൊടുത്തു. അപ്പോൾ ഞാനിത് അത്രയും മിക്സ്ചർ കൊണ്ട് ഞാനിവിടെ ഒരു 15 റോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുക എന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു മുട്ടയ്ക്കകത്തോടെ അല്പം ഉപ്പ് ചേർത്ത് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിത് മൈദയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംബിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് നമുക്കിത് മാറ്റാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റംസാൻ സമയത്ത് നമുക്കിത് ഇഫ്താറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഇത് നമുക്കിതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്നിനോടൊന്ന് തൊടാതെ വണ്ണം നമുക്കൊരു വലിയ ട്രെയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിൽ ഇത് 1-2 മണിക്കൂറത്തേന് നമ്മൾ വെച്ചതിന് ശേഷം ഫ്രീസായി കഴിയുമ്പോൾ അതെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അതല്ലെങ്കിൽ ഒരു ജിപ്പ് പൗച്ചിലേക്കോ നമുക്ക് കുറേശ്ശെയായിട്ട് 4-5 എണ്ണമായിട്ട് ഒരു സമയത്തേക്ക് എടുക്കേണ്ട രീതിയിൽ നമുക്ക് ഫ്രീസറിൽ ഇത് സൂക്ഷിക്കാൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് നമുക്ക് ഈ റോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒത്തിരി ഇട്ട് കൊടുക്കരുത്, തിക്കി ഇട്ട് കൊടുക്കരുത്. 3-4 പീസ് ഇട്ട് കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ എണ്ണ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് ഫ്രീസറിലേക്കൊന്ന് വെച്ചിട്ട് വരാമേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കിതെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ തണുത്തിരിക്കുകയായതുകൊണ്ട് നമ്മൾ അധികം ഇട്ട് കൊടുക്കുന്നില്ല. എണ്ണ പെട്ടെന്ന് തണുത്ത് പോകും. അതുകൊണ്ട് 1-2
2-3 നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉടനെ നമ്മൾ തവിയിട്ട് എണ്ണയിലിട്ട് നമ്മളിത് ഇളക്കരുത്. ഇതൊന്ന് സെറ്റായി അടിഭാഗം ഒന്ന് സെറ്റായതിന് ശേഷം വേണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇച്ചിരി എണ്ണ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.